ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യ വേഴ്സസ് മൗറീഷ്യസ് മത്സരത്തിൻ്റെ ഒരു മാച്ച് പ്രിവ്യൂ എന്ന നിലയ്ക്കാണ്. നമ്മൾ ഇന്നലെ മൗറീഷ്യസ് എന്ന് പറയുന്ന ടീമിനെ പറ്റി നോ ഓപ്പണൻസ് എന്ന് പറയുന്ന സീരീസിൽ സംസാരിച്ചാണ്. അപ്പം അവരെപ്പറ്റി ഇനി കൂടുതലായിട്ട് സംസാരിക്കേണ്ടതില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ ഒരു മാച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മനോലോ മാർക്കസ് എന്ന് പറയുന്ന ഇന്ത്യയുടെ പുതിയ പരിശീലകൻ്റെ ആദ്യത്തെ മത്സരമാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ട്രിക്കി മത്സരം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാട് 2 ട്രെയിനിങ് സെഷൻസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഓർക്കുക, ഒരു പുതിയ പരിശീലകനാണ്. സോ നമുക്കറിയാം ക്ലബ്ബുകളൊക്കെ പ്രീ സീസൺ കാര്യങ്ങളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഡൂറൻ കപ്പ്, മറ്റ് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്, ഇപ്പോൾ അദ്ദേഹം വേറെ ഗോവയിൽ ടൂർണമെൻറ്റ്സ് ഒക്കെ കളിക്കുന്നുണ്ട്. അദ്ദേഹം FC ഗോവയുടെ കൂടി പരിശീലകനാണല്ലോ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ നിന്ന് വന്നാണ് അദ്ദേഹം ഈ ഒരു ടീമിനെ പരിശീലിപ്പിക്കുന്നതെന്ന് ആലോചിക്കുക. അത് അപ്പം മാത്രമേ പ്ലെയേഴ്സും ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനൊരു ഫാക്ടർ എന്താണെങ്കിലും ഉണ്ട്. പക്ഷേ കോച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, സോ അതിനോട് അഡാപ്റ്റ് ആകണം എന്നുള്ള കാര്യം തന്നെയാണ്. അതിൽ പുള്ളിയുടെ പ്രസ് കോൺഫറൻസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതിനെപ്പറ്റി തന്നെ ചോദിച്ച സമയത്ത് അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, എക്സ്ക്യൂസ് കണ്ടെത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, ഈ എക്സ്ക്യൂസ് ആയിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിലനിന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം മൗറീഷ്യസ് ഇന്ത്യയെക്കാളിലൊക്കെ 19 റാങ്കിങ് താഴെയാണെന്ന് പറഞ്ഞാലും ആദ്യത്തെ മത്സരം എന്ന നിലയിൽ ഇതൊരു ടഫാകും എന്നുള്ളതാണ് തോന്നുന്നത്. ചിലപ്പോൾ റിസൾട്ടും അത്ര ഫേവറബിളായിട്ട് വരണം എന്നില്ല. ഞാൻ അങ്ങനെ തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടൂർണമെൻറ്റ് തന്നെ വീക്ഷിക്കാനായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഏതൊരു കോച്ചിനാണെങ്കിലും നമ്മൾ വന്ന് ഒരു ടൈം കൊടുക്കും. സാധാരണ ഇപ്പം ക്ലബിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാലും പ്രീ സീസൺ എന്ന നിലയിൽ എത്ര സമയം കൊടുക്കും? ആ സ്ഥാനത്ത് ആകപ്പാട് 2 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു പീരീഡ് തന്നെയാണ് എന്നുള്ളതാണ്. കളിക്കേണ്ടത് പറഞ്ഞ പോലെ സാധാ ടീംസിനെതിരെയല്ല, ഇൻ്റർനാഷണൽ ടീംസിനെതിരെയാണ്. സിറിയ ആണെങ്കിൽ ഇന്ത്യയെക്കാളിലും ക്വാളിറ്റി കൂടിയിട്ടുള്ളൊരു രാജ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ളൊരു തർക്കവുമില്ല. പിന്നെ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടീം സെലക്ഷൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുറൻ കപ്പിൽ എല്ലാ ടീമുകളുടെയും മെയിൻ ടീമുകൾ കളിച്ചിട്ടില്ല, ഈവൻ ഗോവയുടെ പോലും. അങ്ങനെ ഏത് പ്ലേയേഴ്സാണ് ഫോമിലുള്ളത്, ഏത് പ്ലേയേഴ്സാണ് ഫിറ്റായിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ളത് കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അടുത്ത വിൻഡോസിലേക്കായിരിക്കും ISLലൊക്കെ പെർഫോമൻസൊക്കെ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത്. പിന്നെ മൗറീഷ്യസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് ഫിസിക്കൽ ഗെയിമിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ഞാൻ പണ്ട് 2018 കണ്ടപ്പോഴത്തേക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനത്തെ ഒരു ടീമുമാണ് മൗറീഷ്യസ്, ഒരു ആഫ്രിക്കൻ കൺട്രി കൂടിയാണല്ലോ. അപ്പം സോ അതിനൊക്കെയുള്ളൊരു ഒരു ടെസ്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. പിന്നെ ഇന്ത്യയുടെ ഒരു 11 ഇതിലേക്ക് വരുന്നൊരു സമയത്ത് അതൊരു എക്സൈറ്റിംഗ് ആയിരിക്കും. ആരൊക്കെ ആയിരിക്കും മനോലയുടെ ആദ്യ 11 എത്തുക എന്നുള്ളത്. എന്താണെങ്കിലും 26 അംഗ പ്രോബിൾ ആദ്യം വന്നിരുന്നു. അതിൽ നിന്ന് ഒരു പ്ലെയർ പോകുന്നു, യാസർ. അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും അവൈലബിൾ ആണ് എന്നുള്ളതാണ് കോച്ച് പറഞ്ഞത്. എന്താണെങ്കിലും ഞാൻ ഏറ്റവും എക്സൈറ്റ് ചെയ്ത് നോക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൻട്രൽ ഫോർവേഡിൽ ആര് കളിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചില പ്ലേയേഴ്സ്, ഇപ്പോൾ അൻവർ അലി പോലത്തെ പ്ലെയർ ആദ്യത്തെ മാച്ചിൽ തന്നെ സെൻട്രൽ ബാക്കിൽ കളിക്കുമോ എന്നുള്ളത് ഒരു ഡൗട്ട്ഫുള്ളാണ്. കാരണം അദ്ദേഹം ഈ സീസണിൽ യാതൊരു വിധത്തിലുള്ള മാച്ചും ഇതുവരെ കളിച്ചിട്ടില്ല, അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കുറഞ്ഞ സാഹചര്യത്തിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുപരിചിതരായിട്ടുള്ള ടീമിലുള്ള ചില പ്ലേയേഴ്സിനെയൊക്കെ പ്രിഫർ ചെയ്യാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളതും നോക്കേണ്ടതുണ്ട്. അതാകുമ്പോഴേക്കും പെട്ടെന്ന് ആ ഒരു ആദ്യ മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും സെറ്റാവുമല്ലോ. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കങ്ങനെ ഓരോ മാച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഒരു പോയിൻറ്റ്സ് എന്ന് പറയുന്നത് റാങ്കിങ്ങിനെ ബാധിക്കും, പോർട്ടിനെ ബാധിക്കുന്നതൊക്കെ ഫാക്ടർ ആയതുകൊണ്ട് തന്നെ. എന്താണെങ്കിലും ഒരു 4-2-3-1 എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഫേർഡ് ഫോർമേഷനിൽ തന്നെ ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗുർപ്രീത് സിംഗ് സന്ധു, അതുപോലെ സെൻട്രൽ ബാക്സ് ആയിട്ട് സന സിംഗ് ആൻഡ് ജയ്ഗുപ്ത എന്നിവരാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അൻവറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ജയ്ഗുപ്തെ ഈ പറഞ്ഞതുപോലെ ഒരു സെൻട്രൽ ബാക്ക് എന്ന റോളിൽ കഴിഞ്ഞ പ്രീ സീസണിലൊക്കെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ബേസിക്കലി ഒരു സെൻട്രൽ ബാക്കാണ്, പിന്നീട് ലാസ്റ്റ് സീസൺ ലെഫ്റ്റ് ബാക്കായിട്ട് കളിച്ചതാണ്. സോ സന സിംഗ് ആണെങ്കിൽ അദ്ദേഹത്തിന് സുപരിചിതനായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ നല്ല പൊട്ടൻഷ്യൽ ഇത് കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. സോ അതുകൊണ്ടൊരു സാധ്യത ഞാൻ പറഞ്ഞതാണ്. പിന്നെ റൈറ്റ് ബാക്കിൽ ആശിഷ് റായ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും റോഷൻ സിംഗിനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ അപ്പുയ ആൻഡ് ജീക്സൺ സിംഗ് എന്നിവർ. അറ്റാക്ക് മിഡ്ഫീൽഡറായിട്ട് ബ്രാൻഡൻ ഫെർണാണ്ടസ്. ലെഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് എഡ്മണ്ട്, റൈറ്റിൽ മൻവീർ ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ചാങ്ദെ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. വേറെ ആരും സെൻട്രൽ ഫോർവേഡ് കളിപ്പിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പോഴത്തേക്കും 2 പേർക്കും ഒരു ഗീവ് ആൻഡ് ടേക്കിൽ കളിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം കോച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല 11, ചിലപ്പം നമ്മൾ മാച്ചിൻ്റെയൊക്കെ സാധാരണഗതിയിലുള്ളൊരു 11 ഉള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറഞ്ഞ സമയമായതുകൊണ്ട് തന്നെ
വലിയൊരു ചേഞ്ച് വരുത്തണ്ട, ആദ്യം ആ ഒരു എങ്ങനെയാണ് ചെയ്തു പോയത്, സാധാരണ ചില കോച്ചസ് അങ്ങനെ ചെയ്യാറുണ്ട്, മുമ്പുണ്ടായിരുന്ന കോച്ചിൻ്റെ ഇത് ആദ്യത്തെ മാച്ചിൽ അത് തന്നെ പിന്തുടരാമെന്നുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പ്ലാനിങ് ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കി കാണണം. എന്താണെങ്കിലും ഇനി നാളെ ഇതേ സമയത്ത് ഒക്കെയാണ് ഈ ഒരു മത്സരം നടക്കുന്നത്, 7:30 ഇപ്പോൾ ജിയോ സിനിമയിലൊക്കെ നിങ്ങൾക്ക് ആ മത്സരം കാണാൻ പറ്റും. സ്പോർട്സ് 18 അവൈലബിൾ ആണ്. അപ്പം എല്ലാവരും മത്സരം കാണുക. സോ ബാക്കിയൊക്കെ നമുക്ക് മത്സരത്തിന് ശേഷം സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.